ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നൊരു സാധനത്തിൻ്റെ കൂട്ടുകളാണ് കാണിക്കുന്നത്. എന്താണെന്ന് എനിക്ക് ഗസ് ചെയ്യാമോ? ഒരു കപ്പരിക്ക് എത്ര കപ്പ് വെള്ളം ഒഴിക്കുന്നത്? 4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ശർക്കര ഇവിടെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് ശർക്കര കേട്ടോ വാങ്ങിച്ചേ, നോർമലി വാങ്ങുന്ന ശർക്കര അല്ല, ഇത് ബ്ലാക്ക് ആണ്. ശരിക്കും നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരവണ പായസമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര, ഏലക്ക, ചുക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കാഷ്യൂനട്ടും തേങ്ങയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പഞ്ചസാര അരച്ചെടുത്ത മിക്സിയിൽ റേസിൻസ് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ് കുതിർന്നിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അരച്ചാണ് നമ്മൾ പായസത്തിൽ ചേർക്കുന്നത്. അരി വേകുന്ന അത്ര സമയം നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോവാണ്. ബൈ ബൈ. ഹലോ, നമ്മളങ്ങനെ അരി വേകുന്ന ആ സമയം, റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ടിട്ട് അതും കാഷ്യൂനട്ടൊക്കെ കഴിച്ചിരിക്കുവാണ്. പായസം അരി അങ്ങനെ ഇവിടെ വെന്തിരിക്കുവാണ്. കറക്റ്റ് 90% ഒക്കെ വെന്താൽ മതി. കറക്റ്റ് വേണം. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കും അല്ലേ? ശർക്കര പാനി ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഒരിക്കലും ശർക്കര ചോറ് വേകുന്നതിന് മുമ്പ് ഒഴിക്കാൻ പാടില്ല. കാരണം ചോറ് വേകുന്നതിന് മുമ്പ് നമ്മൾ ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ അരി വേകുന്നതിന് മുമ്പ് നമ്മൾ ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അരി വേഗത്തില്ല. അരി എത്രയുമാണോ വേവ് വേണ്ടത് ആ വേവാകുമ്പോൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കപ്പാണ് നമ്മൾ പായസത്തിന് അരി എടുത്തത്. ഈ കപ്പിൽ 4 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. അതുപോലെ ഈ 1 കപ്പ് അരിക്ക് നമ്മൾ 1/2 കിലോ ശർക്കരയാണ് പാനിയാക്കി ഒഴിച്ചത്. ഈ കപ്പിൽ തന്നെ നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് പാനിയാക്കിയത്. ഇത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വറ്റി വരാനും കുറച്ച് പാടാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒന്നും ഒരളവില്ല. നമ്മൾ ഇപ്പോൾ ഈ കയ്യിലൊരു പകുതി കൈ അങ്ങനെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. തേങ്ങാക്കൊത്ത് ഇവൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഇതെല്ലാം നമ്മുടെ മധുരത്തിനനുസരിച്ചാണ് നമ്മൾ ഇട്ടേക്കുന്നത്. യെസ്, ശർക്കരപ്പാനി ഇതിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലൊരു കളറായി വരുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ റൈസിൻസ് കുതിർത്ത് വെച്ചത് അരച്ച് ചേർക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഇത് പഞ്ചസാരയും ഏലക്കയും ചുക്കും ജീരകവും കൂടി ഇട്ടാണ് അരച്ചത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുവാണ്. നെയ്യ് അത്യാവശ്യം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയതിൻ്റെ. പിന്നെ നമ്മൾ പല വീഡിയോയും കണ്ടു. അതിനകത്ത് എല്ലാത്തിനും അതിലും അവർ ഉണക്കമുന്തിരി ഒന്നിൽ അങ്ങനെ വറുത്ത് ചേർക്കുകയോ അല്ലെങ്കിൽ അരച്ച് ചേർക്കുകയോ ചെയ്യുന്നുണ്ട്. ഇവിടെ കടിക്കാനുള്ളൊരു ആഗ്രഹമില്ല, അതുകൊണ്ടാണ് നമ്മൾ അരച്ച് ചേർത്തേക്കുന്നത്. നെയ്യ് അത്യാവശ്യം നല്ലപോലെ വേണം കേട്ടോ. ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന നെയ്യ്. ഇത് വീട്ടിൽ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് ഗീ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അമ്മ ഉണ്ടാക്കി കൊടുത്തുവിട്ട നെയ്യാണ്. എൽസി മമ്മി ഉണ്ടാക്കി കൊടുത്തുവിട്ട ഗീ ആണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ച് തീരാറായി, ഇനി അറ്റത്തേ ഉള്ളൂ. ഇതാണ് ഞങ്ങൾ പായസത്തിലൊക്കെ ഉപയോഗിക്കുന്നത്. പായസത്തിലും ബിരിയാണി ഉണ്ടാക്കാനും നെയ്ച്ചോറ് ഉണ്ടാക്കാനും എല്ലാം ഈ നെയ്യാണ് ഉപയോഗിക്കുന്നത്. സൂപ്പറാണ്. എൽസി മമ്മിക്ക് താങ്ക് യു. നമ്മുടെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഇളക്കുന്നുണ്ട്. അത് നടുഭാഗം കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ. പക്ഷേ ഇച്ചിരി കൂടെ കുറുകുന്നാവുന്നുണ്ട്. ഒരുപാട് കുറുക്കാനും പാടില്ല, കാരണം അത് കുറുകി കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്ത് നമ്മൾ തണുക്കുമ്പോഴത്തേന് നന്നായിട്ട് കുറുകും. അത് കാരണം ചോറ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ ശർക്കരയും ടൈറ്റൻ ചെയ്യുന്നൊരു വസ്തു ആയതുകൊണ്ട് അത് കുറുക്കും. ഇനി നമ്മൾ ഇടയ്ക്ക് 1 സ്പൂൺ നെയ്യൂടെ ഒഴിച്ചു. കാരണം നെയ്യ് ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. നെയ്യ് നമ്മൾ വീണ്ടും ഒഴിച്ചു. ഇപ്പോൾ വൈഫ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പാത്രമൊക്കെ കഴിച്ചിട്ട് പാവം. ഇപ്പോൾ എന്നെ നിർബന്ധിച്ച് വീഡിയോ എടുപ്പിച്ചതാണ് ഇപ്പോൾ പണി ചെയ്യുന്നത് കാണിക്കാനായിട്ട്. താങ്ക് യു ഗൈസ്. നമ്മുടെ പായസം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അത് ഇനി ഇരുന്ന് തന്നെ കുറുകിക്കോളും. ഇനി നമ്മൾ ഗ്യാസ് ഓൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങയും കാഷ്യൂനട്ടും നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്നത് ചേർക്കുകയാണ്. ഇപ്പോൾ ഉടനെ ഇളക്കേണ്ട കാര്യമില്ല. കുറച്ച് നേരം നമ്മൾ ആ ചൂടോടെ തന്നെ അടച്ച് വെച്ച് കഴിയുമ്പോൾ ഫ്ലേവർ അത് നന്നായിട്ട് ഇറങ്ങും. അതിനുശേഷം നമ്മൾ 1 സ്പൂൺ നെയ്യും കൂടെ അതിൻ്റെ സെൻറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതും ഇപ്പോൾ ഇളക്കേണ്ട കാര്യമില്ല. അത് ഒഴിച്ച് കഴിയുന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല കൈ. കുറച്ച് നേരമായിട്ട് മിക്കവാറും ഇത് റൂഫേ പോയിരിക്കുമെന്ന് തോന്നുന്നു. കുടയൊക്കെ കണ്ടിട്ട് നമ്മൾ അത് ഇതിനകത്തിട്ടിട്ടുണ്ട്. ഇനി അത് അടച്ചു വെച്ചേക്കുക കുറച്ച് നേരത്തേന്. അപ്പോഴത്തേന് നെയ്യും കാഷ്യൂനട്ടിൻ്റെ ഒരു മണവും തേങ്ങ വറുത്തതിൻ്റെ ഒരു മണവും എല്ലാം കൂടെ അതിനകത്ത് നല്ലതായിട്ട് മിക്സ് ആവും. ഒരു 15 to 20 മിനിറ്റ്സ് നമ്മൾ അത് നന്നായിട്ട് അടച്ചു വെച്ച് കഴിയുമ്പോൾ അത് ചൂടൊക്കെ ആറിയിട്ട് പിന്നെ നമ്മൾ കഴിക്കാൻ തുടങ്ങുന്നുണ്ടേ കാണിക്കാം. നമ്മൾ പായസം തുറന്ന് നോക്കാൻ പോവാണ്. ജസ്റ്റ് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ചില ടേസ്റ്റ് നോക്കാൻ എടുക്കാം. അപ്പം നെയ്യൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ടേസ്റ്റ് നോക്കാൻ എടുക്കുവാണ്. ഹലോ, നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കാഷ്യൂ ഒക്കെ എടുത്ത് ചൂടുണ്ട്.
കറക്റ്റ് അരവണ പായസം കടിക്കുന്ന ആ ടേസ്റ്റ് ഉണ്ട്. ആ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഇച്ചിരി മധുരം കൂടുതലാണ് എനിക്ക്. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യും. ഓക്കെ, കൺസിസ്റ്റൻസി ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. 100% സത്യസന്ധമായ ഒരു റിവ്യൂ കേൾക്കാം. ജസ്റ്റ് വാവ്, വെടിച്ചൊരു സാധനം. ഇവർക്ക് അത്രയും പോലും വേണ്ടെന്ന് പറയുന്നത്, പക്ഷേ ഇത്രയും മധുരം ഇല്ലെങ്കിൽ അരവണ പായസം കൊള്ളില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് മധുരം പൊതുവെ അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഇച്ചിരി മധുരം കൂടുതലായിട്ട് തോന്നി. പക്ഷെ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. സൂപ്പറാണ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.